ചിലരുടെ സ്നേഹം പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, എനിക്കൊന്നും സ്വമേധയെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, എല്ലാം എന്നെ അയച്ചവന്റെ സഹായത്തോടെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ്. ഈശോ യഹൂദരോട് പറയുകയാണ്, ഞാൻ എനിക്ക് തന്നെ സാക്ഷി നൽകിയാൽ അതിന് വലിയ വിലയൊന്നുമില്ല, പക്ഷെ എന്നെ കുറിച്ച് സാക്ഷി നൽകുന്ന മറ്റൊരുവനുണ്ടെന്ന് പറയുകയാണ്. നമ്മൾ ഈ രണ്ട് വചനങ്ങൾ നമുക്കൊന്ന് വിചിന്തനത്തിനായിട്ട് എടുക്കാം. അതായത് നമ്മൾ മനുഷ്യരായിരിക്കെ നമ്മളും ചിന്തിക്കേണ്ട പ്രകാരം തന്നെയാണ്, ഒന്നും എനിക്ക് സ്വമേധയെ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? എനിക്കൊന്നും എൻ്റെതായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന്റെ സഹായമില്ലാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ഇതാണ് പൗലോസ്ലിയ നമ്മളോട് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നത്. എന്നെ ശക്തനാക്കുന്നവനോടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനും കഴിയുകയില്ല. ഒന്നാമതായിട്ട് ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ആശയം ഇതാണ്, എന്നെ ശക്തനാക്കുന്നവനോടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്ന ദൈവമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. രണ്ടാമതായിട്ട്, എന്നെ കുറിച്ചുള്ള എൻ്റെ സാക്ഷ്യത്തിന് വലിയ വിലയൊന്നുമില്ല. ഞാൻ തന്നെ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും എന്നെ നീതീകരിച്ച് ഞാൻ ചിന്തിക്കുകയുള്ളൂ. എന്നെ കുറിച്ച് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു പയ്യനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്നെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നുമില്ല, മറിച്ച് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായത്തിനാണ് വിലയുള്ളത്. അപ്പൊ ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഒന്നും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, എന്നെ കുറിച്ചുള്ള എൻ്റെ സാക്ഷ്യത്തിനേക്കാളും എൻ്റെ അഭിപ്രായത്തിനേക്കാളും വിലയുള്ളത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായത്തിലാണ്. ദൈവസന്നിധിയിൽ ഞാൻ നീതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വെച്ച് ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി